എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. ജീവനും ജീവനെ ഓഹങ്ങളും പ്രാണനും പ്രാണപ്രഭാവങ്ങളും ജീവനും ജീവനെ ഓഹങ്ങളും പ്രാണനും പ്രാണപ്രഭാവങ്ങളും നാദാം നിൻ ദിവ്യമം ദാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല. നാദാ നിൻ ദിവ്യമം ദാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല. നിമിഷങ്ങളിൽ ഓരോ നിമിഷങ്ങളിൽ എന്നെ പൊതിയുന്ന നെഞ്ചീവകിരണങ്ങളും നിമിഷങ്ങളിൽ ഓരോ നിമിഷങ്ങളിൽ എന്നെ പൊതിയുന്ന നെഞ്ചീവകിരണങ്ങളും ഒരു മാത്ര പോലും പിരിയാതെ എന്നെ കരുതുന്ന സ്നേഹവും ദാനമല്ലേ. ഒരു മാത്ര പോലും പിരിയാതെ എന്നെ കരുതുന്ന സ്നേഹവും ദാനമല്ലേ. എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. 1997 മാർച്ച് 23 സൺഡേ രാവിലെ പ്രഭാതത്തില് ഞാനിവന് ജന്മം കൊടുത്തു. കഴിഞ്ഞ സൺഡേയിലെ പ്രഭാതത്തില് ഇവൻ ഈ ലോകം വിട്ട് കടന്നുപോയി. ഹല്ലേലൂയ. യോ പറഞ്ഞതുപോലെ ദൈവം തന്നു, ദൈവം എടുത്തു. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാം. 2010 ഈ ലോകത്തിലെ പപ്പ അവനെ വിട്ടുവരും. എന്നാൽ സ്വർഗത്തിലെ പപ്പ ഞങ്ങൾക്ക് യാതൊരു കുറവും വരുത്തിയിട്ടില്ല. ഒന്നിനും ഒരു മുട്ടില്ലാതെ, ഒന്നിനും ഒരു കുറവില്ലാതെ സ്വർഗീയമായ ദൈവം ഇന്ന് വരെയും അത്ഭുതമായി അതിശയമായി അടിയങ്ങളെ നടത്തി. ഹല്ലേലൂയ. 28 വയസ്സ് വരെ ഹല്ലേലൂയ അവനെ പോറ്റുവാനുള്ള കൃപ, അവനെ കാണുവാനുള്ള കൃപ ദൈവം എനിക്ക് തന്നു. കണ്ടു തീർന്നില്ല. ഞാൻ അവന്റെ ചിര ഞങ്ങൾക്ക് കണ്ടു തീർന്നില്ല. അവന്റെ സ്വരം ഞാൻ കണ്ടു തീർന്നില്ല, കേട്ടു തീർന്നില്ല. അവന്റെ ഗിറ്റാറിന്റെ സ്വരം ഞാൻ കേട്ടു തീർന്നില്ല. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ സ്വർഗീയ നിരയില് ഹല്ലേലൂയ അവൻ കാണും. ഹല്ലേലൂയ അവനുണ്ട്. ഹല്ലേലൂയ പേർ വിളിക്കുന്ന നേരം ഹല്ലേലൂയ ഞാൻ അവനെ കാണും. ഹല്ലേലൂയ ഞാൻ മാത്രമല്ല, ഹല്ലേലൂയ സുവാർത്തയില് എല്ലാവരും എന്റെ സന്തുമോനെ കാണും. ഹല്ലേലൂയ ഞങ്ങളുടെ മനം ഒന്ന് നൊന്താൽ ഞങ്ങളുടെ ചർച്ച അറിയും. ഞങ്ങളുടെ മനം ഒന്ന് നൊന്താൽ ഞങ്ങളുടെ പാസ്റ്ററിന്റെ കുടുംബം അറിയും. ഹല്ലേലൂയ 2010 ഹല്ലേലൂയ ഇവന്റെ പപ്പ ഈ ലോകത്തോട് മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഞങ്ങൾക്ക്
ഹല്ലേലൂയ. എന്ത് ചെയ്യണം, ഹല്ലേലൂയ, എവിടെ പോണെന്നൊന്നും അറിയത്തില്ല, ഹല്ലേലൂയ. എന്നാൽ 2 മാസം കഴിഞ്ഞതിന് ശേഷം ഹല്ലേലൂയ ഞങ്ങൾക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ ഭോപ്പാലിൽ വെച്ച് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു സഭ ഹല്ലേലൂയ ഞങ്ങൾക്ക് കിട്ടി. ഹല്ലേലൂയ. അന്ന് തൊട്ട് ഹല്ലേലൂയ ഇന്ന് വരെയും ഹല്ലേലൂയ ഞങ്ങളെ ചേർത്ത് പിടിച്ച, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച ഹല്ലേലൂയ ആത്മീയമായി അവരെ വളർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ നിർത്തിയ കൃപയ്ക്കായി സ്തോത്രം. സന്തുമോൻ ഇത്രയും മാത്രം വളരുവാന്, സാനുമോൻ ഇത്രയും മാത്രം ആത്മീയമായി വളരുവാന് ഈ സുവാർത്ത സഭയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയോടെ ഈ കുടുംബത്തിന് ഭയങ്കര ദുഃഖമുണ്ട്, അത് ഞാൻ മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. ചർച്ചിലെ ബർത്ത്ഡേക്കും ഹല്ലേലൂയ ആനിവേഴ്സറിക്കും ഒക്കെ സീസും ഹല്ലേലൂയ ടോപ്പിയൊക്കെ കൊണ്ടുവരുമ്പോ എല്ലാവർക്കും കൊടുക്കും സീസ്. എന്നാൽ സന്തുമോന് മാത്രം 2 സീറ്റ്സ് കൊടുക്കും. ഞാൻ വിചാരിക്കാറുണ്ട് ഇത്രമാത്രം സ്നേഹിക്കാൻ ഇവനിൽ എന്താ ഉള്ളത്. ഹല്ലേലൂയ. ആന്റിമാർക്ക് ഇവൻ കഴിഞ്ഞേ ഉള്ളൂ. എന്നെ ഹല്ലേലൂയ മറ്റുള്ളവരെ കുഞ്ഞിനെ സ്നേഹിക്കുന്നില്ലെന്നല്ല പറയുന്നത്. ഹല്ലേലൂയ സുവാർത്ത സഭയ്ക്ക് ഹല്ലേലൂയ ഈ സന്തുമോന് ഹല്ലേലൂയ ഏറ്റവും പ്രിയപ്പെട്ടവനല്ല, ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു. ഹല്ലേലൂയ. ആരും എന്തു പറഞ്ഞാലും നോന്നൊരു വാക്കവൻ പറയത്തില്ല. യേസ് എന്ന് മാത്രമേ പറയത്തുള്ളൂ. ഞാൻ ചിലപ്പോൾ ചോദിക്കും, പറയുന്ന കാര്യങ്ങൾ അവന് ചെയ്യാൻ അറിയത്തില്ലായിരിക്കും. ഞാൻ പിന്നെ ചോദിക്കും, എന്താ മോനെ അറിയാൻ വയ്യാത്ത കാര്യങ്ങൾക്ക് യേസ് പറഞ്ഞേ? അവൻ പറയും, മമ്മി നോ പറയാൻ എനിക്ക് സാധിക്കത്തില്ല. ഹല്ലേലൂയ. സാബുവിനെ ഒത്തിരി 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 ഇഷ്ടമാണ് അവനെ അപ്പനെ ചേർത്ത് പിടിച്ച് ഒരു കോഴി കുഞ്ഞിന്റെ ചിറകിന്റെ കീഴില് ഹല്ലേലൂയ മറയ്ക്കുന്നത് പോലെ ഈ 2 കുഞ്ഞുങ്ങളെയും മറച്ചു കൊണ്ട് നടക്കുവാൻ തീരാത്ത ദുഃഖം ആ മനസ്സിന് എനിക്ക് നന്നായിട്ടറിയാം. ഹല്ലേലൂയ. ആറിന്റെ മോളെയും ഹല്ലേലൂയ ഡീന മോളെയും റോസ്മി മോളെയും റോയ്സ് മോനെ ഹല്ലേലൂയ സുഹൃത്തിനെല്ലാ ഹല്ലേലൂയ വെളിയിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഹല്ലേലൂയ അവർക്കും ഇത് കേൾക്കുവാൻ സാധിക്കും. എല്ലാ കുഞ്ഞുങ്ങളും കരച്ച്, ഇത് കേട്ടപ്പോ തൊട്ട് എല്ലാ കുഞ്ഞുങ്ങളും കരച്ചില്ല. സന്തു ഭയ്യ എന്ന് പറഞ്ഞ എല്ലാ കുഞ്ഞുങ്ങളും ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. പറയുവാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. ഹല്ലേലൂയ ഒന്നും പറയുന്നില്ല. ഹല്ലേലൂയ. ഞാൻ ഏത് ഫോട്ടോ എടുത്താലും അവൻ ചിരിച്ചേ ഫോട്ടോ എടുക്കത്തു. ഞാൻ ചിലപ്പോ വഴക്ക് പറയും, മോനെ നീ എന്തിനാ ഇത്ര എങ്ങനെ ഹല്ലേലൂയ 24 പല്ലും കാണിച്ച് ഫോട്ടോ എടുക്കുന്നത്? ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയോടെ ആരെ കണ്ടാലും ഹല്ലേലൂയ മറുത്തുരക്ഷ ഹല്ലേലൂയ സൗമ്യതയോട് എനിക്ക് ആ സ്വഭാവം അത്ര കിട്ടിയിട്ടില്ല. പക്ഷെ കുഞ്ഞിനെ ഹല്ലേലൂയ ആ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിലും ആദരിക്കുന്നതിലും കൊടുക്കുന്നതിലും ഹല്ലേലൂയ ഞാൻ കൊടുത്തത് കൊണ്ട് പറയല്ല. ഹല്ലേലൂയ ആദ്യമായിട്ടാണ് ടിനു ജോർജ് ചർച്ചിലെ ഹല്ലേലൂയ ഹല്ലേലൂയ കഴിഞ്ഞ മാസം എന്റെ ബ്രദർ മരിച്ചപ്പോൾ കടന്നുപോയത്. ഹല്ലേലൂയ അവിടെ സ്തോത്രാഴ്ച ഇട്ടപ്പോൾ അവന്റെ പേഴ്സിൽ ആകെ 1500 രൂപ ഉണ്ടായിരുന്നു. അത് മൊത്തം ഹല്ലേലൂയ ആ സ്തോത്രാഴ്ച സഞ്ചിയിലിട്ടു. മടങ്ങിപ്പോയപ്പോൾ എന്നോട് പറഞ്ഞു, മമ്മി എന്റെ ആകെ 1500 രൂപയുള്ളായിരുന്നു. അത് മൊത്തം ഞാൻ ഹല്ലേലൂയ ആ സ്തോത്ര സഞ്ചിയിലിട്ടു. മമ്മി ഞാൻ പറഞ്ഞു, മോനെ നല്ലത് കൊടുക്കുന്നത് ഏറ്റവും നല്ലത്, വായിക്കുന്നതിനേക്കാൾ നല്ലത് കൊടുക്കുന്നതാണ്. അതാണ് ഞാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചത്. ഈ 2 കുഞ്ഞുങ്ങളോട് ഞാൻ പറയും, ഹല്ലേലൂയ നിങ്ങൾക്ക് കിട്ടുന്ന ടൈറ്റ് വേർതിരിച്ചതിന് മാത്രമേ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാവൂ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥനയാൽ ഉപവാസത്താൽ വളരെ നൊന്ത് നീര് ഞാൻ ഹല്ലേലൂയ വാഷിംഗ് എടുക്കുമ്പോൾ എല്ലാരും എന്നെ വഴക്കുറയും, എന്തിനിത്ര വാഷിംഗ് എടുക്കുന്നു. പക്ഷെ എനിക്കറിയാം എന്റെ കുഞ്ഞുങ്ങള് ഹല്ലേലൂയ സ്വർഗത്തിൽ കാണെങ്കിൽ ഞാൻ വില കൊടുക്കണം. ഹല്ലേലൂയ. എന്റെ കുഞ്ഞുങ്ങള് സ്വർഗത്തിൽ കാണണമെങ്കിൽ ഞാൻ വില കൊടുക്കണം. ഹല്ലേലൂയ. എന്റെ
എന്റെ കുഞ്ഞ് ഹല്ലേലൂയ. ആ സ്വർഗത്തിലെ സംഗീത നിരയില് ഉണ്ടെന്ന ഗിറ്റാർ വായിച്ചവൻ പാടുകയാണ്, ദൈവത്തെ ആരാധിക്കുവാണ് എന്റെ കുഞ്ഞ് ഹല്ലേലൂയ. അതിൽ പരം ഭാഗ്യം എനിക്ക് വേറെ ഒന്നുമില്ല. ഹല്ലേലൂയ. പ്രാവശ്യങ്ങൾ ഞാൻ പറയട്ടെ, ദൈവം പേർ വിളിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മളെല്ലാരും നമ്മുടെ സ്വന്തം മോനെ കാണും. ഹല്ലേലൂയ. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിൽ, നിങ്ങളുടെ എല്ലാവരെയും കണ്ണുനീരിനും ഹല്ലേലൂയ നിങ്ങൾ കൊടുത്തതിന് വായിച്ചതിനും എല്ലാം ദൈവം 100 ഇരട്ടി പ്രതിഫലം ഹല്ലേലൂയ എല്ലാവർക്കും നൽകി കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക്